ഇന്ന് നമ്മൾ തേർഡ് മൊഡ്യൂളിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലോട്ടാണ് നമ്മൾ കടന്നിരിക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ അബ്സല്യൂട്ട് കൺവേർജൻസ്. അബ്സല്യൂട്ട് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ ടേംസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂസ് എടുക്കുന്നു. തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ ടേംസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂസ് എടുക്കുന്നു. അതായത് x1, x2, etc., xn, etc. എന്നുള്ളതാണ് തന്നിരിക്കുന്ന സീക്വൻസ് എങ്കിൽ മോഡ് x1, മോഡ് x2, etc., മോഡ് xn, etc. എന്നുള്ള സീക്വൻസ് എടുക്കുന്നു. അതായത് അബ്സല്യൂട്ട് വാല്യൂ സീക്വൻസ്. ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ ഒറിജിനൽ സീക്വൻസും അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന് പറയാം. ക്ലിയർ? അതായത് അബ്സല്യൂട്ട് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ ടേംസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂസ് എടുക്കുന്നു. അതായത് x1, x2, etc., xn, etc. എന്നതാണ് തന്നിരിക്കുന്ന സീക്വൻസ് എങ്കിൽ മോഡ് x1, മോഡ് x2, etc., മോഡ് xn, etc. എന്നുള്ള സീക്വൻസ് എടുക്കുന്നു. അതായത് അബ്സല്യൂട്ട് വാല്യൂ സീക്വൻസ്. ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ ഒറിജിനൽ സീക്വൻസും അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി സിഗ്മ 1/n എന്നുള്ള സീരീസ് ഡൈവേർജൻ്റ് ആണെന്ന് നമുക്കറിയാം. കാര്യം ദിസ് ഈസ് എ പി സീരീസ്. സിഗ്മ 1/n⁻p p=1 ആണെങ്കിൽ സീരീസ് ഡൈവേർജൻ്റ് ആണെന്ന് നമുക്കറിയാം. ഒരു സീരീസ് കൺവേർജൻ്റ് ആകണമെങ്കിൽ നമ്മൾക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഇൻഫിനിറ്റ് സീരീസിൻ്റെ ആദ്യത്തെ ഡെഫിനിഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സീരീസ് കൺവേർജൻ്റ് ആകണമെങ്കിൽ കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മ കൺവേർജൻ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ സിഗ്മ 1/n എന്ന് പറയുന്നത് ആരാണ്? 1 + 1/2 + 1/3 etc. കൺവേർജൻ്റ് ആകണമായിരുന്നെങ്കിൽ എന്തായിരുന്നു? ഇതിൻ്റെ കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മ കൺവേർജൻ്റ് ആയിരിക്കണമായിരുന്നു, അല്ലേ? ഈ സിഗ്മ 1/n ഇത് കൺവേർജൻ്റ് ആകണമെങ്കിൽ ഈ സീരീസിൻ്റെ കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മ കൺവേർജൻ്റ് ആയിരിക്കണമായിരുന്നു. പക്ഷേ ഇവിടെ സിഗ്മ 1/n എന്നുള്ളത് ഡൈവേർജൻ്റ് ആണ്. എന്നാൽ നമ്മൾ വേറൊരു എക്സാമ്പിളിൽ കണ്ടു, സിഗ്മ -1/n+1/n. റൈറ്റ്? ഈ സീരീസ് കൺസിഡർ ചെയ്താൽ ഈ സീരീസിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ അപ്പോൾ ഈ സീരീസ് കൺവേർജൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സീരീസിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ നമ്മൾക്ക് എന്താ വരിക? 1/1 + 1/2 + 1/3 etc. അപ്പോൾ ഇത് ഏത് സീരീസാണ്? 1/1 + 1/2 + 1/3 എന്ന് പറയുന്ന ഏത് സീരീസാണ്? സിഗ്മ 1/n. സിഗ്മ 1/n ആരാണ്? ഡൈവേർജൻ്റ് ആണ്. പക്ഷേ ഒറിജിനൽ സീക്വൻസ് സിഗ്മ -1/n+1/n എന്ന് പറഞ്ഞാൽ 1 - 1/2 + 1/3 - 1/4 etc. ഇത് കൺവേർജൻ്റ് ആണ്. ഓക്കെ, പക്ഷേ ഈ കൺവേർജൻറ്റ് സീക്വൻസ്, അതായത് സിഗ്മ -1/n+1/n എന്ന കൺവേർജൻറ്റ് സീക്വൻസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ സിഗ്മ 1/n എന്ന സീരീസ് കിട്ടും. അത് ഡൈവേർജൻ്റ് ആണ്. അപ്പം ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഇവിടെ തന്നിരിക്കുന്ന സീരീസ് കൺവേർജൻ്റ് ആണ്, പക്ഷേ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്തപ്പോൾ ആ സീരീസ് എന്തായിപ്പോയി? ഡൈവേർജൻ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ട് ആണ് നമുക്ക് ആദ്യത്തെ തിയറമായിട്ട് വരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കോൺവേഴ്സ് പാർട്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് എന്താണ്? ഒരു സീരീസ്, ഗിവൺ സീരീസ് കൺവേർജൻ്റ് ആണ്, പക്ഷേ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്തപ്പോൾ ആ സീരീസ് ഡൈവേർജൻ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ അബ്സല്യൂട്ട് കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. x = xn be a sequence in R. We say that the series sigma xn is absolutely convergent if the series sigma mod xn is convergent. അതുപോലെ വേറൊരു ഞാൻ പറയാത്ത ഒരു വാക്കും കൂടെ ഉണ്ട്. A series is said to be conditionally or monotonically convergent. Convergent or monotonically convergent if it is convergent, but it is not
absolutely convergent. ഇതാണ് absolute convergenceന്റെ definition പറയുന്നത്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ എക്സാമ്പിൾ പറയുന്നത് രണ്ടാമത്തെ എക്സാമ്പിൾ അല്ല, അടുത്തത് ഒരു തിയറമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കോൺവേഴ്സ് പാർട്ട്. നേരത്തെ പറഞ്ഞത് ഒരു സീരീസ്, ഒറിജിനൽ സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ അത് ഡൈവേർജൻ്റ് ആണ്. ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ടാണ് ഈ തിയറം പറയുന്നത്. ഈ തിയറം എന്താ പറയുന്നത്? ഇഫ് എ സീരീസ് ഇൻ ആർ ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് then it is convergent. ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ടാണ്. അതായത് ഒരു സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ അത് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? കൺവേർജൻ്റ് ആണ്. നേരത്തെ എക്സാമ്പിളിൽ നമ്മൾ എന്താ കണ്ടത്? ഒരു സീരീസ് കൺവേർജൻ്റ് ആണ്, പക്ഷേ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്തപ്പോൾ അത് ഡൈവേർജൻ്റ് ആണ്. ഈ തിയറം എന്താ പറയുന്നത്? ഇഫ് എ സീരീസ് ഇൻ ആർ ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് then it is convergent. ഒരു സീരീസ് അബ്സല്യൂട്ട് കൺവേർജൻ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഒറിജിനൽ സീക്വൻസ് ഈസ് ഓൾസോ convergent. A series absolutely convergent ആണെങ്കിൽ corresponding original sequence also convergent. Absolute value series എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Absolute value series എന്ന് പറഞ്ഞാൽ sigma mod xn is sigma mod xn. So sigma mod xn convergent ആണ്. sigma mod xn convergent ആണ്. So we have to show that എന്ത് പ്രൂവ് ചെയ്താൽ മതി? sigma xn is also convergent. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സിഗ്മ മോഡ് എക്സ് എൻ കൺവേർജൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് സിഗ്മ എക്സ് എൻ ഈസ് ഓൾസോ കൺവേർജൻറ്റ്. ഇനി സിഗ്മ മോഡ് എക്സ് എൻ കൺവേർജൻ്റ് ആണെങ്കിൽ ഉടൻ തന്നെ നമ്മൾക്ക് എന്ത് പറയാം? കോഷി ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യും. കോഷി ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യും എന്ന് പറഞ്ഞാൽ എന്ത് പറയാം? മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 പ്ലസ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് എക്സ് m less than epsilon. Okay, modulus of xn plus 1 plus modulus of xn plus 2 plus etc plus modulus of xm less than epsilon. Okay, therefore നമ്മൾക്ക് എന്താ കിട്ടുക? ബൈ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി sm minus sn less than or equal to modulus of xn plus 1 plus etc plus modulus of xm എന്നൂടെ എഴുതാം. modulus of sm minus sn less than or equal to modulus of xn plus 1 plus etc plus modulus of xm less than എപ്സിലോൺ. അതിൻ്റെ അർത്ഥം എന്താ? ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം? നമ്മുടെ സീക്വൻസ് എക്സ് എൻ ആരാണ്? സീക്വൻസ് എക്സ് എൻ ഈസ് കോഷി. സീക്വൻസ് എക്സ് എൻ കോഷി ആണെങ്കിൽ എക്സ് എൻ ആരാണ്? കൺവേർജൻ്റ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ സെക്ഷനിലെ ആദ്യത്തെ തിയറം. അടുത്ത കോൺസെപ്റ്റ് വരുന്നത് ഗ്രൂപ്പിംഗ് ഓഫ് സീരീസ് ആണ്. ഗ്രൂപ്പിംഗ് ഓഫ് സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു സീരീസിലെ ടേംസിനെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഗ്രൂപ്പുകളാക്കി എഴുതുക. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടോ നമ്മൾക്ക് നമുക്കിഷ്ടമുള്ള രീതിയിൽ ഗ്രൂപ്പുകളാക്കി എഴുതുക എന്ന് പറഞ്ഞാൽ ഞാനൊരു സീരീസ് എടുത്തു. 1 മൈനസ് 1/2 പ്ലസ് 1/3 മൈനസ് 1/4 plus 1/5 minus 1/6 plus 1/7 minus etc. എന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് ഒരു സീരീസ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ സീരീസിൻ്റെ ടേംസിനെ ഗ്രൂപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ള അത്രയും ടേംസ് ക്ലബ്ബ് ചെയ്ത് എഴുതുക. നമുക്ക് ഏതൊക്കെ ടേംസിനെ ക്ലബ്ബ് ചെയ്യണോ അതുപോലെ ക്ലബ്ബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ സീരീസിനെ ഇങ്ങനെ ക്ലബ്ബ് എഴുതാൻ പോവുകയാണ്. 1 മൈനസ് 1/2 അങ്ങനെ തന്നെ എഴുതി. അതേസമയം ഞാൻ 1/3 മൈനസ് 1/4 ഞാൻ ക്ലബ്ബ് ചെയ്തു. ഓക്കെ, അതായത് 1/3 1/4 ഒരു സെറ്റാണെന്ന് പറയുക. അതായത് 1/3 1/4 ഒരു സെറ്റാണെന്ന് പറയുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗ്രൂപ്പിങ്. അടുത്ത 3 ടേംസ് ഞാൻ ക്ലബ്ബ് ചെയ്തു. അടുത്ത 3 ടേംസ് ആരാ വരിക? 1/5 മൈനസ് 1/6 പ്ലസ് 1/7.
കണ്ടോ? അടുത്ത 3 ടേംസിനെ ഞാൻ ഒരു ഗ്രൂപ്പാക്കി. ഇനിയുള്ള അടുത്ത ടേംസ് ഏതാ വരുന്നത്? -1/8 പ്ലസ് 1/9 അല്ലേ? അപ്പം ഞാൻ പ്ലസ് -1/8 പ്ലസ് 1/9 കണ്ടോ? ഈ 2 ടേംസിനെ ഞാനൊരു ഗ്രൂപ്പാക്കി. കണ്ടോ? ഇങ്ങനെ ബ്രാക്കറ്റ് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രൂപ്പിംഗ് ഓഫ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പിംഗ് ഓഫ് സീരീസ്. അപ്പോൾ ഗ്രൂപ്പിംഗ് ഓഫ് സീരീസിനെ ബേസ് ചെയ്ത് സീരീസിൻ്റെ കൺവേർജൻസ് വരുന്ന റിസൾട്ടിലേക്ക് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ, അതായത് ഗ്രൂപ്പിംഗ് ഓഫ് സീരീസ് കണ്ടോ? അപ്പോൾ ഗ്രൂപ്പിംഗ് ഓഫ് സീരീസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഈ ഗ്രൂപ്പിംഗ് ഓഫ് സീരീസിനെ ബേസ് ചെയ്ത് സീരീസിൻ്റെ കൺവേർജൻസ് വരുന്ന ഒരു റിസൾട്ടിലേക്കാണ് നമ്മൾ അടുത്തത് പോകുന്നത്. ഓക്കെ, അത് ഒരു തിയറമാണ്. തിയറം പറയുന്നത് ഇങ്ങനെയാണ്: if a series sigma xn is convergent, then any series obtained from it by grouping the terms is also convergent and to the same value. എന്താ തിയറം പറയുന്നത്? ഒരു സമ്മ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ ടേംസിനെ നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും ക്ലബ് ചെയ്താലും ആ സീരീസ് എടുത്താൽ ആ സീരീസും ഒറിജിനൽ സീരീസ് എവിടേക്കാണോ കൺവേർജ് ചെയ്യുന്നത് അവിടേക്ക് തന്നെ കൺവേർജ് ചെയ്യണം എന്നാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ക്ലിയർ? ഒരു സമ്മ കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ ടേംസിനെ നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ക്ലബ് ചെയ്യാം. അങ്ങനെ ആ സീരീസ് എടുത്താൽ നമ്മുടെ സീരീസും പിന്നെ നമുക്കൊരു ഒറിജിനൽ സീരീസ് ഉണ്ടേ, ആ ഒറിജിനൽ സീരീസ് എവിടേക്കാണോ കൺവേർജ് ചെയ്യുന്നത് അവിടേക്ക് തന്നെ നമ്മൾ ക്ലബ് ചെയ്ത സീരീസും കൺവേർജ് ചെയ്യണം എന്നാണ് ഈ തിയറത്തിൽ നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് കിട്ടുന്ന സീരീസിലെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സീരീസിലെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് എഴുതാം? ഗ്രൂപ്പ് ചെയ്ത് കിട്ടുന്ന സീരീസിലെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതാൻ പോകുന്നത് y1 ഈക്വൽ ടു എൻ്റെ ആദ്യത്തെ ടേമാണ് ഫസ്റ്റ് ടേം. ഞാൻ നേരത്തെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തത് എഴുതിയില്ലായിരുന്നു 1, പിന്നെ നമ്മളെടുത്തത് -1/2, പിന്നെ നമ്മൾ 1/3 1/4 കൂടെ ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ആദ്യത്തെ ടേം x1 മുതൽ k1 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ചില സമയങ്ങളിൽ ഈ k1 1 ആവാം. k1 1 ആയാൽ x1 മുതൽ x1 വരെ, അതായത് ആദ്യത്തെ ടൈമിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, x1 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ y1 ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xk1, അതായത് x1 മുതൽ xk1 വരെയുള്ള ടേംസിൻ്റെ കോമ്പിനേഷൻ. വേണമെങ്കിൽ k1 1 തന്നെ വരാം. k1 1 തന്നെ വന്നു കഴിഞ്ഞാൽ y1 ആദ്യത്തെ ടൈമിൽ ഒരു മെമ്പറേ ഉള്ളൂ, y1 ഈക്വൽ ടു x1. ഓക്കെ, അങ്ങനെ എടുത്തു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കോമ്പിനേഷനെ y1 എന്ന് വിളിക്കുന്നു. അപ്പോൾ സെക്കൻഡ് കോമ്പിനേഷൻ എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സെക്കൻഡ് കോമ്പിനേഷൻ അതായത് y2 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ xk1 വരെയുണ്ട്. അപ്പോൾ y2 സ്റ്റാർട്ട് ചെയ്യുന്നത് xk1 പ്ലസ് 1 മുതൽ അങ്ങ് തുടങ്ങി നമ്മൾ അങ്ങ് പോയി xk1 പ്ലസ് എക്സെട്ര നമ്മൾ xk2 വരെ എഴുതി അല്ലേ? അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ y1 x1 പ്ലസ് x2 പ്ലസ് x3 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അതായത് xk1 എന്ന് പറയുന്നത് k1 3 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ y1 എന്ത് കിട്ടും? x1 പ്ലസ് x2 പ്ലസ് x3 ആണെങ്കിൽ സെക്കൻഡ് കോമ്പിനേഷൻ എവിടെ മുതൽ തുടങ്ങും? k1 3 ആണ്, k1 പ്ലസ് 1 അതായത് x4 മുതൽ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇവിടെ y2ൻ്റെ ലാസ്റ്റ് ടേം xk2. ഇങ്ങനെ അപ്പോൾ നമുക്ക് y1 കിട്ടി, y2 കിട്ടി, ഇങ്ങനെ y1 y2 y3 എക്സെട്ര. ഇതാണ് നമ്മൾക്ക് ഗ്രൂപ്പിംഗ് വഴി കിട്ടുന്ന ഒരു സീരീസ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഒറിജിനൽ സീരീസിനെ നമ്മൾ ഗ്രൂപ്പിംഗ് വഴി കിട്ടുന്ന സീരീസാണ് y1. y1-നകത്ത് x1 മുതൽ xk1 വരെയുണ്ട്, y2-നകത്ത് xk1 പ്ലസ് 1 മുതൽ xk2 വരെയുണ്ട്, y3-കകത്ത് xk2 പ്ലസ് 1 മുതൽ xk3 വരെയുണ്ട്. ഇങ്ങനെ കിട്ടിയപ്പോൾ നമ്മൾക്ക് ഒരു ഗ്രൂപ്പിംഗ് ഓഫ് സീരീസ് കിട്ടി. നമുക്ക് കാണിക്കേണ്ടത് ഈ ഗ്രൂപ്പിംഗ് ഓഫ് സീരീസ് കൺവേർജൻ്റ് ആണെന്നാണ് കാണിക്കേണ്ടത്. നമ്മൾ ഡെഫിനിഷൻ ആദ്യമേ പഠിച്ചിരുന്നു, ഒരു സീരീസ് കൺവേർജൻ്റ് ആകണമെങ്കിൽ കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മ് കൺവേർജൻ്റ് ആവണം. അപ്പോൾ ഇതിലെ എക്സിൻ്റെ പാർഷ്യൽ സമ്മിൻ്റെ സീക്വൻസ് SN ആണെന്നും വൈൻ്റെ പാർഷ്യൽ സമ്മിൻ്റെ സീക്വൻസ് TK ആണെന്നും വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഒറിജിനൽ സീരീസ് ഉണ്ട്, ആ ഒറിജിനൽ സീരീസാണ് സിഗ്മ XN. ആ സീരീസിൻ്റെ പാർഷ്യൽ സമ്മ് SN ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ പാർഷ്യൽ സമ്മ്
സോറി, ഇതല്ലേ നമ്മൾ പഠിച്ച തിയറം? ഓക്കെ. അപ്പോൾ നമുക്കൊരു ഒറിജിനൽ സീരീസ് ഉണ്ട് എക്സ് എൻ. ആ എക്സ് എന്നിൻ്റെ പാർഷ്യൽ സമ്മ് നമ്മൾക്ക് എസ് എൻ ആണെന്നും ഇപ്പോൾ നമ്മൾക്ക് ഗ്രൂപ്പ് ചെയ്ത് y1 y2 y3 എന്ന് പറയുന്ന ഒരു സീരീസ് കിട്ടി. ആ സീരീസിൻ്റെ പാർഷ്യൽ സമ്മ് ടി കെ ആണെന്നും വിചാരിക്കുക. ഓക്കെ. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? അങ്ങനെയെങ്കിൽ T1 എന്ന് പറയുന്ന ആരായിരിക്കും? y1. T1 ഈക്വൽ ടു y1. y1 എവിടെ മുതലാണ് തുടങ്ങുന്നത്? x1 മുതൽ xk1 വരെ. x1 മുതൽ xk1 വരെ. എക്സുകളുടെ പാർഷ്യൽ സമ്മ് ആരാണ്? എസ് എൻ ആണ്. അപ്പോൾ x1 പ്ലസ് x2 പ്ലസ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര എക്സ് എന്നിൻ്റെ പാർഷ്യൽ സമ്മാണ് എസ് എൻ. അപ്പോൾ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xk1ൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? SK1. ഓക്കെ. ഇനി അതുപോലെ T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം T2 ആരാണ്? y1 പ്ലസ് y2, അതായത് വൈകളുടെ പാർഷ്യൽ സമ്മാണ്. അപ്പോൾ T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y1 പ്ലസ് y2 എന്ന് പറഞ്ഞാൽ x1 മുതൽ തുടങ്ങി നമ്മൾക്ക് എവിടം വരെ എത്തിക്കണം? xk2 വരെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർഷ്യൽ സമ്മിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? SK2. ഇതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് xk2. ക്ലിയർ? അങ്ങനെ നമ്മൾ പ്രൊസീഡ് ചെയ്ത് പോകുമ്പോൾ പ്രൊസീഡിങ് ലൈക്ക് ദിസ് വി ക്യാൻ സീ ദാറ്റ് T1 T2 എക്സെട്ര എന്ന് പറയുന്ന സീക്വൻസ് എങ്ങോട്ടാണ്? S1 S2 എന്ന സീക്വൻസിൻ്റെ സബ്സീക്വൻസ് ആണ് അല്ലേ? T1 T2 എക്സെട്ര എന്ന് പറയുന്ന സീക്വൻസ് S1 S2 എക്സെട്ര എന്ന സീക്വൻസിൻ്റെ സബ്സീക്വൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ അതായത് S1 S2 എക്സെട്ര എന്ന് പറഞ്ഞ സബ്സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്? SK1 XK2 SK3 എക്സെട്ര എന്ന ഒരു സബ്സീക്വൻസ് ആണ്. ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിലെ എല്ലാ സബ്സീക്വൻസും സീക്വൻസ് എവിടേക്ക് കൺവേർജ് ചെയ്യുന്നോ അവിടേക്ക് തന്നെ കൺവേർജ് ചെയ്യും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് സിഗ്മ എക്സ് എൻ കൺവേർജൻ്റ് ആണെങ്കിൽ ഗ്രൂപ്പിംഗ് ചെയ്ത് എടുത്തിട്ടുള്ള സീരീസായ സിഗ്മ വൈ എന്നും കൺവേർജൻ്റ് ആയിരിക്കും. അത് സെയിം പോയിന്റിലേക്ക് തന്നെയാണ് കൺവേർജ് ചെയ്യുന്നത്. മനസ്സിലായോ ഈ തിയറം? അതായത് കണ്ടോ, ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ T1 T2 എക്സെട്ര എന്ന് പറയുന്ന സീക്വൻസ് SK1 SK2 എന്ന് പറയുന്ന സീക്വൻസിൻ്റെ സബ്സീക്വൻസ് ആണ് അല്ലേ? അല്ലെങ്കിൽ S1 S2 എക്സെട്ര എന്ന സീക്വൻസിൻ്റെ സബ്സീക്വൻസ് ആണ്. ഇവിടെ SK1 SK2 എക്സെട്ര എന്നുള്ള സബ്സീക്വൻസ് ആണ്. ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സീക്വൻസും സീക്വൻസ് എവിടേക്ക് കൺവേർജ് ചെയ്യുന്നോ അവിടേക്ക് തന്നെ കൺവേർജ് ചെയ്യും. അതുകൊണ്ട് സിഗ്മ എക്സ് എൻ കൺവേർജൻ്റ് ആണെങ്കിൽ ഗ്രൂപ്പിംഗ് ചെയ്തെടുത്തിട്ടുള്ള സീരീസായ സിഗ്മ വൈ എന്നും കൺവേർജൻ്റ് ആണ്. ഇത് കൺവേർജ് ചെയ്യുന്നത് സെയിം പോയിന്റിലേക്ക് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല. കോൺവേഴ്സ് ട്രൂ അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഗ്രൂപ്പ് ചെയ്ത് കിട്ടുന്ന സീരീസ് കൺവേർജൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് ഒറിജിനൽ സീരീസ് കൺവേർജൻ്റ് ആകണം എന്നില്ല. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. മനസ്സിലായോ? ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിംഗ് ഓഫ് സീരീസിൻ്റെ തിയറം പറയുന്നത് ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് ചെയ്ത് കിട്ടുന്ന ടേംസിൻ്റെ സീരീസും ഒരു സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് ചെയ്ത് കിട്ടുന്ന ടേംസിൻ്റെ സീരീസും കൺവേർജൻ്റ് ആണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല എന്ന് പറഞ്ഞാൽ ടേംസ് ഗ്രൂപ്പ് ചെയ്ത് കിട്ടുന്ന സീരീസ് കൺവേർജൻ്റ് ആണ് എന്ന് വിചാരിച്ച് ഒറിജിനൽ സീരീസ് കൺവേർജൻ്റ് ആകണം എന്നില്ല. അപ്പോൾ ഇതിനെ എക്സാമ്പിൾ വെച്ച് എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യും? ഒരു എക്സാമ്പിൾ എടുത്തേ. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാമല്ലോ. -1 the whole raised to n എടുക്കാം എന്നുള്ള ടേംസിൻ്റെ സം വരുന്ന ഒരു സീരീസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ സിഗ്മ -1 the whole raised to n എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വരിക? -1 + 1 -1 + 1 -1 പ്ലസ് എക്സെട്ര. ഇവിടെ ആദ്യത്തെ ഒരു ടേംസിൻ്റെ സം എടുത്താൽ -1 കിട്ടും. രണ്ട് ടേംസിൻ്റെ സം എടുത്താൽ എന്താ കിട്ടുക? 0. അപ്പോൾ ആദ്യത്തെ ഒരു ടേമിൻ്റെ സമ്മ് -1, രണ്ട് ടേംസിൻ്റെ സം എടുത്താൽ 0 കിട്ടും. 3 ടേംസിൻ്റെ സം എടുത്താൽ -1 വീണ്ടും വരും. 4 ടേംസിൻ്റെ സം എടുത്താൽ വീണ്ടും 0 വരും. ഇങ്ങനെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എടുത്താൽ നമ്മൾക്കിവിടെ കിട്ടുന്നത്
-1 0 -1 0 എക്സെട്ര എന്നുള്ള സീക്വൻസാണ്. ഈ സീക്വൻസ് കൺവേർജൻ്റ് അല്ല. കാരണം എന്താ? ഓഡ് ടേംസിൻ്റെ സബ്സീക്വൻസ് എടുത്താൽ അത് -1ലേക്കും ഈവൻ ടേംസിൻ്റെ സബ്സീക്വൻസ് എടുത്താൽ അത് 0യിലേക്കും കൺവേർജ് ചെയ്യുന്നു. രണ്ട് സബ്സീക്വൻസ് എടുത്താൽ അത് ഡിഫറെൻറ്റ് പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നതുകൊണ്ട് ഒറിജിനൽ സീക്വൻസ് കൺവേർജൻ്റ് അല്ല. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജൻ്റ് അല്ലാത്തത് കൊണ്ട് ആ സീരീസും കൺവേർജൻ്റ് അല്ല. സോ സിഗ്മ -1 ദ ഹോൾ റേസ് ടു n എന്നുള്ള സീരീസ് കൺവേർജൻ്റ് അല്ല. പക്ഷേ ഞാൻ ഈ സീരീസിൻ്റെ ടേംസിനെ പ്രത്യേക രീതിയിൽ കമ്പൈൻ ചെയ്തിട്ട് ഒരു സബ് സീരീസ് ഉണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും? പക്ഷേ നമുക്കിവിടെ ഈ സീരീസിൻ്റെ ടേംസിനെ ഒരു പ്രത്യേക രീതിയിൽ കമ്പൈൻ ചെയ്തിട്ട് ഒരു സബ് സീരീസ് ഉണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും? അതായത് ആദ്യത്തെ രണ്ട് ടേംസിനെ കമ്പൈൻ ചെയ്തു. ആദ്യത്തെ രണ്ട് ടേംസിനെ കമ്പൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് ടേംസാണ് -1 + 1. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം എന്ത് വന്നു? നമ്മൾക്ക് 0 എന്ന് വന്നു. വീണ്ടും 3ഉം 4ഉം കമ്പൈൻ ചെയ്തു. 3ഉം 4ഉം കമ്പൈൻ ചെയ്യുമ്പോൾ എഗെയിൻ -1 + 0. വീണ്ടും നമ്മൾക്ക് എന്ത് കിട്ടി? സെക്കൻഡ് ടേം 0 കിട്ടി. വീണ്ടും 5ഉം 6ഉം കമ്പൈൻ ചെയ്തു. അങ്ങനെ കമ്പൈൻ ചെയ്തിട്ടുള്ള സബ് സീരീസ് എടുക്കുകയാണെങ്കിൽ, അങ്ങനെ കമ്പൈൻ ചെയ്തിട്ടുള്ള സബ് സീക്വൻസ് എടുക്കുകയാണെങ്കിൽ y1 y2 എക്സെട്ര ഇതെല്ലാം എന്തായിട്ട് മാറും? 0 0 0 എക്സെട്ര എന്നായിരിക്കും. അപ്പോൾ സിഗ്മ yn എടുത്താൽ സിഗ്മ yn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? സീരീസ് എങ്ങനെ എഴുതാം? നമുക്ക് 0 + 0 + എക്സെട്ര +0 വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ടേംസ് ഗ്രൂപ്പ് ചെയ്തെടുക്കുന്ന ഒരു സബ് സീരീസ് അവിടെ 0യിലേക്ക് കൺവേർജ് ചെയ്തു. പക്ഷേ ഒറിജിനൽ സീരീസ് കൺവേർജ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ഒറിജിനൽ സീരീസ് കൺവേർജ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളിവിടെ ടേംസ് ഗ്രൂപ്പ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു സബ് സീരീസ് അവിടെ 0യിലേക്ക് കൺവേർജ് ചെയ്തു. പക്ഷേ ഒറിജിനൽ സീരീസ് ആരല്ല? കൺവേർജൻ്റ് അല്ല. അപ്പോൾ ഈ എക്സാമ്പിള് കണ്ടോ? അപ്പോൾ ഈ എക്സാമ്പിൾ അപ്പോൾ നേരത്തെ തീരത്തിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ? അപ്പോൾ ഈ എക്സാമ്പിൾ നേരത്തെ തീരത്തിൻ്റെ പ്രൂഫുമായിട്ട് എങ്ങനെ നമ്മൾക്ക് കമ്പൈൻ ചെയ്യാം? ഈ എക്സാമ്പിളും നേരത്തെ തീരത്തിൻ്റെ പ്രൂഫുമായിട്ട് നമ്മൾക്ക് എങ്ങനെ കമ്പൈൻ ചെയ്യാം? എങ്ങനെയാണ് ഇത് പരസ്പരം കോൺട്രഡിക്റ്റ് ചെയ്യാതെ നിൽക്കുന്നത്? ഇവിടെ നമ്മൾ നമ്മുടെ നേരത്തെ തീരത്തിൽ പ്രൂവ് ചെയ്യാൻ ഉപയോഗിച്ച ഐഡിയ, അതായത് നമ്മുടെ ഗ്രൂപ്പിംഗ് ഓഫ് സീരീസിൻ്റെ തീരത്തിൽ പ്രൂവ് ചെയ്യാൻ ഉപയോഗിച്ച ഐഡിയ എന്തായിരുന്നു? ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ സബ് സീക്വൻസും അതേ പോയിന്റിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും എന്നുള്ളതാണ്. തിരിച്ച് ഒരു സീക്വൻസിൻ്റെ ഒരു പെർട്ടിക്കുലർ സബ് സീക്വൻസ് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒറിജിനൽ സീക്വൻസ് കൺവേർജൻ്റ് ആകണമെന്നില്ല. ഇവിടെ നമ്മൾ കണ്ട എക്സാമ്പിൾ ഇതാണ്. -1 0 -1 0 -1 0 എന്നുള്ളതായിരുന്നു നമ്മുടെ ഒറിജിനൽ സീക്വൻസ്. അതിലെ ഈവൻ ടേംസ് മാത്രമുള്ള സബ് സീക്വൻസ് എടുത്താൽ നമ്മൾക്ക് 0 0 0 0 എന്ന് കിട്ടും. അത് കൺവേർജൻ്റ് ആണ്. സോ സബ് സീക്വൻസ് കൺവേർജൻ്റ് ആയാലും ഒറിജിനൽ സീക്വൻസ് കൺവേർജൻ്റ് ആകണമെന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഗ്രൂപ്പിംഗ് ടേംസ് എടുത്തിട്ടുള്ള സീരീസ് കൺവേർജൻ്റ് ആയതുകൊണ്ട് ഒറിജിനൽ സീരീസ് കൺവേർജൻ്റ് ആവാത്തത്. പക്ഷെ തിരിച്ച് ട്രൂ ആണ് കേട്ടോ. ഒറിജിനൽ സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ ഗ്രൂപ്പ് ചെയ്ത് കിട്ടുന്ന സീരീസും കൺവേർജൻ്റ് ആണ്. ഓക്കെ. ഇനി നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഗ്രൂപ്പിംഗ് ആണ് അല്ലേ? ഇപ്പോൾ പറഞ്ഞത് ഗ്രൂപ്പിംഗ് ആണ്, ഗ്രൂപ്പിംഗ് ഓഫ് ടേംസ് അല്ലേ? ഗ്രൂപ്പിംഗ് ഓഫ് സീരീസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് റീഅറേഞ്ച്മെൻറ്റ് ഓഫ് സീരീസ് ആണ്. റീഅറേഞ്ച്മെൻറ്റ് ഓഫ് സീരീസ് ഒരു സീരീസിലെ ടേംസിനെ ഇഷ്ടമുള്ള രീതിയിൽ റീഅറേഞ്ച് ചെയ്തെടുക്കുക എന്നിട്ടുള്ള സീരീസ്. നമ്മൾ സബ്സീക്വൻസ് പഠിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ആ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഏത് ടേംസ് വേണമെങ്കിലും എടുത്തു പോകാം, പക്ഷെ മുമ്പോട്ട് പോയാൽ പിന്നെ തിരിച്ചു വന്നിട്ട് പഴയ ടേം എടുക്കാൻ സാധിക്കില്ല. അതായത് അവിടെ ഓർഡർ മാറ്റാൻ പാടില്ല. പക്ഷെ ഇവിടെ റീഅറേഞ്ച്മെൻറ്റ് ഓഫ് സീരീസിൽ ഓർഡർ ചേഞ്ച് അനുവദിക്കുന്നു. അങ്ങനെ അനുവദിച്ച് കിട്ടുന്ന സീരീസിനെയാണ് റീഅറേഞ്ച്മെൻറ്റ് ഓഫ് സീരീസ് എന്ന് പറയുന്നത്.
അപ്പോൾ ആ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ, ഈ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? വേണമെങ്കിൽ നമുക്ക് 1, അതായത് ഞാനൊരു എക്സാമ്പിൾ എഴുതാം. 1 + 1/2 + 1/3 + എക്സെട്ര എന്ന സീരീസിൻ്റെ ഒരു റീഅറേഞ്ച്മെൻറ്റ് സീരീസാണ്. ഞാൻ ഇങ്ങനെ എഴുതിക്കണം, കണ്ട, ഈ സീരീസിൻ്റെ ഒരു റീഅറേഞ്ച്മെൻറ്റ് സീരീസാണ് 1/2 + 1/1 + 1/4 + 1/3 + എക്സെട്ര + 1/2n + 1/2n - 1 + എക്സെട്ര. കണ്ട, ഇത് വേറൊരു റീഅറേഞ്ച്മെൻറ്റ് സീരീസാണ്. 1/1 + 1/2 + 1/4 + 1/3 + 1/5 + 1/7. അപ്പോൾ ഇതൊക്കെയാണ് ഒരു റീഅറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഒറിജിനൽ സീരീസ് 1 + 1/2 + 1/3 + എക്സെട്ര എന്നൊരു സീരീസിൻ്റെ 2 റീഅറേഞ്ച്മെൻറ്റ് സീരീസാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾക്ക് റീഅറേഞ്ച്മെൻറ്റ് സീരീസിൻ്റെ ടെക്നിക്കൽ ഡെഫിനിഷൻ നോക്കാം. ടെക്നിക്കൽ ഡെഫിനിഷനാണ് നമ്മൾക്ക് വേണ്ടത്. എന്താണ് ടെക്നിക്കൽ ഡെഫിനിഷൻ നമ്മളോട് പറയുന്നത്? എ സീരീസ് സിഗ്മ yk ഇൻ R ഈസ് എ റീഅറേഞ്ച്മെൻറ്റ് ഓഫ് എ സീരീസ് സിഗ്മ xn if there is a bijection f of n onto n such that yk equal to x f of k for all k element of n. ഇതാണ് ടെക്നിക്കൽ ഡെഫിനിഷൻ. അതായത് ടേംസ് റീഅറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഡിസസ് ഒക്കെ നാച്ചുറൽ നമ്പേഴ്സാണ്. ആ സഫിക്സുകളെ തമ്മിൽ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ ഒരു ബൈജക്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിനോട് ഇക്വലൻ്റ് ആണ് എന്ത്? ടേംസിൻ്റെ ഓർഡർ മാറ്റുക എന്ന് പറഞ്ഞാൽ. അതായത് x1 x2 എക്സെട്ര എന്നുള്ളതിൻ്റെ ഒരു റീഅറേഞ്ച്മെൻറ്റ് സീരീസാണ്. ഇപ്പോൾ x1 x2, ഒരു മിനിറ്റ് എന്നെ എഴുതാം. x1 x2 x3 എക്സെട്ര എന്നുള്ളതിൻ്റെ ഒരു റീഅറേഞ്ച്മെൻറ്റ് സീരീസാണ് x2 x1, പിന്നെ ഒന്നിന് മാറ്റമില്ല കേട്ടോ, x3 x4 എക്സെട്ര. അപ്പോൾ ഇവിടുത്തെ ബൈജക്ഷൻ എന്തായിരിക്കും? ആദ്യത്തെ 2 ടേംസുകൾ തമ്മിലാണ് മാറ്റം വരുത്തിയേക്കണം. അപ്പോൾ ഇവിടുത്തെ ബൈജക്ഷൻ എന്താണ്? f1 = 2. കണ്ട, സഫിക്സ് 2 ആണ് ആദ്യത്തേൻ്റെ. അടുത്തത് f2 എന്ന് പറയുന്നത് 1 ആണ്. കണ്ടോ, ബാക്കിയൊന്നും നമ്മൾ മാറ്റുന്നില്ല. ബാക്കിയൊന്നും നമ്മൾ മാറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ എഴുതാം നമുക്ക്? fn of n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ fn, ഒരു മിനിറ്റ്, ബാക്കിയുള്ളതിന് മാറ്റില്ല. ഇപ്പം നമുക്ക് കിട്ടിയത് f1, നമ്മൾക്ക് കിട്ടിയത് f1 = 2, f2 = 1. ബാക്കി ഒന്നിനും മാറ്റിയില്ല. അതായത് fn = n. എവിടെ മുതലാണ് അതിന് മാറ്റിയില്ലാത്ത? n ≥ 3. ഇതാണ് ഇവിടുത്തെ ബൈജക്ഷൻ. കണ്ടോ, ഇതിനെയാണ് നമ്മൾ റീഅറേഞ്ച്മെൻറ്റ് സീരീസ് എന്ന് പറയുന്നത്. ഇതാണ് റീഅറേഞ്ച്മെൻറ്റ് സീരീസിൻ്റെ ഡെഫിനിഷൻ. ഇനി നമ്മൾക്ക് നമ്മുടെ രണ്ടാമത്തെ സെക്ഷനിൽ ഒരു തിയറവും കൂടി ഉള്ളൂ, വെരി ഇമ്പോർട്ടൻറ്റ് തിയറം, ദാറ്റ് ഈസ് റീഅറേഞ്ച്മെൻറ്റ് തിയറം. റീഅറേഞ്ച്മെൻറ്റ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ലെറ്റ് സിഗ്മ xn be an absolutely convergent series in R, then any rearrangement sigma yk of sigma xn converges to the same value. ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ ഗ്രൂപ്പിംഗ് ഓഫ് ടേംസിൻ്റെ തിയറത്തിൽ സിഗ്മ xn കൺവേർജൻ്റ് ആണെങ്കിൽ സിഗ്മ yn കൺവേർജൻ്റ് ആയിരിക്കും എന്നതായിരുന്നു. അതേസമയം റീഅറേഞ്ച്മെൻറ്റ് തിയറത്തിൽ വരുമ്പോൾ സിഗ്മ xn കൺവേർജൻ്റ് ആയാൽ പോരാ. എന്താ തന്നേക്കണേ? ലെറ്റ് സിഗ്മ xn ബി ആൻ അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് സീരീസ് ഇൻ ആർ. സിഗ്മ xn കൺവേർജൻ്റ് ആയാൽ പോരാ, സിഗ്മ xn അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ റീഅറേഞ്ച്മെൻറ്റ് സീരീസ് സിഗ്മ yk ഓഫ് സിഗ്മ xnനും കൺവേർജൻ്റ് ആണ്. സോ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ലെങ്കിലോ ഈ റിസൾട്ട് തെറ്റാണ്. മനസ്സിലായോ? അപ്പം ഗ്രൂപ്പിംഗ് ഓഫ് സീരീസിനകത്ത് സിഗ്മ xn കൺവേർജൻ്റ് ആയാൽ മതിയായിരുന്നു. പക്ഷേ റീഅറേഞ്ച്മെൻറ്റ് സീരീസിൽ സിഗ്മ xn അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ റീഅറേഞ്ച്മെൻറ്റ് സീരീസ് കൺവേർജൻ്റ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ റിസൾട്ട് തെറ്റാണ്.
അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. പ്രൂഫ് നോക്കിക്കേ, ഇവിടെ തന്നിട്ടുണ്ടല്ലോ, ലെറ്റ് സിഗ്മ എക്സ് എൻ അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് ആൻഡ് ഇറ്റ് കൺവേർജസ് ടു എക്സ് ഇൻ ആർ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് ഇൻ ആറിലേക്ക് ഇത് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു. കാര്യം എന്താ, സിഗ്മ എക്സ് എൻ കൺവേർജൻ്റ് ആണ്. സിഗ്മ എക്സ് എൻ കൺവേർജൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മും കൺവേർജൻ്റ് ആണ്. അതുപോലെ ഈ സീരീസ് എക്സിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. സോ കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മും എവിടേക്കാണ് കൺവേർജ് ചെയ്യുന്നത്? എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു. സോ സിഗ്മ എക്സ് എന്നിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മിനെ, അപ്പോൾ സിഗ്മ എക്സ് എന്നിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിനെ നമ്മൾ എസ് എൻ എന്ന് വിളിക്കുന്നു. എസ് എൻ, അപ്പോൾ എസ് എൻ ആണ് സിഗ്മ എക്സ് എന്നിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം. ഓക്കെ, അപ്പോൾ എസ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? x1 മുതൽ xn വരെയുള്ള ടേംസിൻ്റെ സമ്മ്. അതായത് എസ് എൻ എന്ന് പറഞ്ഞാൽ x1 മുതൽ xn വരെയുള്ള ടേംസിൻ്റെ സമ്മ്. ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എവിടേക്ക് കൺവേർജ് ചെയ്യുന്നോ അവിടേക്ക് തന്നെയാണ് സീരീസും കൺവേർജ് ചെയ്യുന്നത്. സോ സിഗ്മ എക്സ് എൻ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എസ് എന്നും എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു. ഓക്കെ, ഇനി സീക്വൻസിൻ്റെ കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾക്ക് എന്ത് പറയാം? ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists an n such that modulus of x minus sn less than എപ്സിലോൺ. സാധാരണ ഡെഫിനിഷനിൽ മോഡുലസ് ഓഫ് എസ് എൻ മൈനസ് എക്സ് ആണെന്നാണ് എഴുതുന്നത്. ഇവിടെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എസ് എൻ ആണ് എഴുതുന്നത്. അതുകൊണ്ട് യാതൊരു മിസ്റ്റേക്കും ഇല്ല. ഓക്കെ, ഇവിടെ എക്സ് മൈനസ് എസ് എൻ എന്ന് എന്തുകൊണ്ടായിരിക്കും നമ്മൾ എഴുതിയത്? ഇവിടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ആണ്. നമ്മൾ ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്ന ഒരു കേസിൽ മൊണോട്ടോൺ ഇൻക്രീസിങ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് ആണ് വലുത്, അതുകൊണ്ടാണ് എക്സ് മൈനസ് എസ് എൻ എന്ന് നമ്മളിവിടെ എഴുതിയത്. ഓക്കെ, ഇനി ഒരു സീരീസിൻ്റെ അബ്സല്യൂട്ട് കൺവേർജൻസിന് കോഷി ക്രൈറ്റീരിയ ഉണ്ട്. ഇത് നമ്മൾ എഴുതിയത് കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി ഒരു സീരീസിൻ്റെ അബ്സല്യൂട്ട് കൺവേർജൻസിന് ആരുണ്ട്? കോഷി ക്രൈറ്റീരിയ ഉണ്ട്. ആ കോഷി ക്രൈറ്റീരിയ പറയുന്നത് എന്താണ്? എന്നിനേക്കാൾ മുകളിലുള്ള ടേംസ് അപ് ടു സ്മോൾ ലെറ്റർ എം എൻ്റെ സമ്മ് എടുത്താൽ അത് എന്തായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്? ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും എന്നാണ് കോഷി ക്രൈറ്റീരിയ പറയുന്നത്. ഇവിടെ കോഷി ക്രൈറ്റീരിയ ഇവിടെ നോക്കിക്കേ, നിങ്ങളൊന്ന് നോക്കിക്കേ, ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് ആരാണ് എടുത്തേക്കുന്നത്? എമ്മിൻ്റെ സ്ഥാനത്ത് ക്യൂ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് ക്യൂ എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ടാണ് സിഗ്മ എന്താ എഴുതിയേക്കുന്നത്? കെ ഈക്വൽ ടു n+1 to q മോഡുലസ് ഓഫ് എക്സ് കെ കോഷി ക്രൈറ്റീരിയ ആണ് എഴുതിയേക്കുന്നത് ലെസ് ദാൻ എപ്സിലോൺ. ഇതാ അബ്സല്യൂട്ട് കൺവേർജൻസിൻ്റെ കോഷി ക്രൈറ്റീരിയ. അതുപോലെ നമുക്ക് നേരത്തെ എന്താ കിട്ടിയത്? മോഡുലസ് ഓഫ് എക്സ് മൈനസ് എസ് എൻ ലെസ് ദാൻ എപ്സിലോൺ. ഇതെന്താണ്? ദിസ് മീൻസ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജസ്. ഇനി റീഅറേഞ്ച്മെൻറ്റ് സീരീസിൽ y1 + y2 + എക്സെട്ര എന്ന സീരീസിൽ നമ്മൾ x1 x2 എക്സെട്ര തന്നെ വേറെ ഏതൊക്കെയോ ഓർഡറിൽ എഴുതിയിരിക്കുക. അപ്പോൾ ആദ്യത്തെ ടേം x1 മുതൽ xn വരെയുള്ള ടേംസ് എടുക്കുന്നു. yk എന്ന സീരീസിൽ x1 മുതൽ xn വരെയുള്ള എല്ലാ ടേംസും എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും ykയിൽ. ആ x1 മുതൽ xn വരെയുള്ള എല്ലാ ടേംസും വന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാവുന്ന ഒരു വലിയ ഇൻഡെക്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് വിളിക്കുന്നു. അപ്പോൾ YM എത്തുമ്പോൾ, അപ്പോൾ YM എത്തുമ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മുടെ x1 മുതൽ xn വരെയുള്ള എല്ലാ ടേംസും വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പായി. അപ്പോൾ ഇനി എം വരെയുള്ള ടേംസിൻ്റെ പാർഷ്യൽ സം എടുക്കുക. ഇനി എം വരെയുള്ള ടേംസിൻ്റെ പാർഷ്യൽ സം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? അതിനെ ഡിനോട്ട് ചെയ്യുന്നത് TM. അപ്പോൾ TM എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? y1 + എക്സെട്ര + ym. അതായത് എം വരെയുള്ള ടേംസിൻ്റെ പാർഷ്യൽ സം എടുക്കുന്നു. അതായത് TM ഈക്വൽ ടു y1 + y2 + എക്സെട്ര ym. അപ്പോൾ നമ്മൾക്ക് TM മൈനസ് SN എന്ന് പറഞ്ഞാൽ എന്താ വരിക? SNലെ ടേംസ്
ഏതെങ്കിലും രീതിയിൽ റീഅറേഞ്ച്ഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അതുകൂടാതെ കുറേ അധികം ടേംസ് എവിടെയൊക്കെയോ വന്നിട്ടുണ്ട്. ടി എമ്മിൽ അതൊക്കെ എവിടെയൊക്കെ വന്നിട്ടുണ്ടാവും? ടി എമ്മിൽ കയറി വന്നിട്ടുണ്ടാവും. അപ്പോൾ ടി എം മൈനസ് എസ് എൻ ഈസ് ദ സം ഓഫ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് എക്സ് കെ വിത്ത് ഇൻഡെക്സ് കെ ഗ്രേറ്റർ ദാൻ എൻ. വിത്ത് ഇൻഡെക്സ് കെ ഗ്രേറ്റർ ദാൻ എൻ. അപ്പോൾ മോഡുലസ് ഓഫ് ടി എം മൈനസ് എസ് എൻ എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ്ലി മെനി ടേംസിൻ്റെ ആബ്സല്യൂട്ട് സമ്മിനേക്കാൾ ചെറുതായിരിക്കും. ഫൈനൈറ്റ്ലി മെനി ടേംസിൻ്റെ ആബ്സല്യൂട്ട് സമ്മിനേക്കാൾ ചെറുതായിരിക്കും. അവിടെ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്താൽ ഫൈനൈറ്റ്ലി മെനി ടേംസിൻ്റെ ആബ്സല്യൂട്ട് സമ്മിനേക്കാൾ ചെറുതായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? മോഡുലസ് ഓഫ് ടി എം മൈനസ് എസ് എൻ എന്ന് എഴുതണ്ടോ? അതാണ് എഴുതിയേക്കുന്നത്. മോഡുലസ് ഓഫ് ടി എം മൈനസ് എസ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു എൻ പ്ലസ് വൺ ടു ക്യൂ മോഡ് എക്സ് കെ. അതെന്ന് പറയുന്ന ആരാണ്? സിഗ്മ കെ ഈക്വൽ ടു എൻ പ്ലസ് വൺ ടു ക്യൂ മോഡ് എക്സ് കെ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് നമുക്കറിയാം. ലെസ് ദാൻ എപ്സിലോൺ, കോഷി ക്രൈറ്റീരിയ ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ മോഡുലസ് ഓഫ് ടി എം മൈനസ് എസ് എൻ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എസ് എൻ അല്ലെങ്കിൽ എസ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് നമ്മൾക്ക് കിട്ടി. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടി എം എന്ന് പറയുന്നത് എക്സ് എന്ന പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ടി എം എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് അല്ലേ? അപ്പോൾ ടി എം എന്ന് പറയുന്നത് ആരാണ് ടി എം? അതായത് എം വരെയുള്ള ടേംസിൻ്റെ പാർഷ്യൽ സം. അപ്പോൾ അത് എക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതിയാൽ മതി? ടി എം എക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് കാണിച്ചാൽ മതി? മോഡുലസ് ഓഫ് ടി എം മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിച്ചാൽ മതി. ഈ മോഡുലസ് ഓഫ് ടി എം മൈനസ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് ടി എം ഞാൻ ഒരു എസ് എൻ ആഡ് ചെയ്യുകയും ഒരു എസ് എൻ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു മൈനസ് എക്സ്. ഇവിടെ നമ്മൾ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് ടി എം മൈനസ് എസ് എൻ പ്ലസ് ടി എം ആണ്, ടി എം മൈനസ് എസ് എൻ പ്ലസ് മോഡുലസ് ഓഫ് എസ് എൻ മൈനസ് എക്സ്. മോഡുലസ് ഓഫ് ടി എം മൈനസ് എസ് എൻ ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു ലെസ് ദാൻ എപ്സിലോൺ. എസ് എൻ മൈനസ് എക്സും എന്താണ്? ലെസ് ദാൻ എപ്സിലോൺ വിച്ച് ഇസ് ഈക്വൽ ടു 2 എപ്സിലോൺ. 2 എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ആരേക്കാൾ ചെറുതാണ്? എപ്സിലോണിനേക്കാൾ 2 എപ്സിലോൺ എടുത്താൽ മതി. 2 എപ്സിലോൺ അല്ല, 2 എപ്സിലോൺ എന്ന് എടുത്താൽ മതി നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്താ കിട്ടുന്നത്? മോഡുലസ് ഓഫ്, അല്ലെങ്കിൽ ഇപ്പോൾ എപ്സിലോൺ ബൈ 2 എടുത്തിരുന്നെങ്കിൽ കറക്റ്റ് കിട്ടിയാനേ. മോഡുലസ് ഓഫ് ടി എം മൈനസ് എക്സ്, മോഡുലസ് ഓഫ് ടി എം മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ. മോഡുലസ് ഓഫ് 2m മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമ്മൾക്ക് കിട്ടി. അപ്പോൾ സീക്വൻസ് ടി എം എന്ത് കിട്ടി നമുക്ക്? നമ്മുടെ സീക്വൻസ് ടി എം എവിടേക്ക് കൺവേർജ് ചെയ്യുന്നു? എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു. സീക്വൻസ് ടി എം എന്ന് പറയുന്നത് സീക്വൻസ് വൈ കെയുടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ആണ്. സീക്വൻസ് ടി എം സിഗ്മ വൈ കെയുടെ സീക്വൻസ് അല്ല, സിഗ്മ വൈ കെയുടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ആണ് സീക്വൻസ് ടി എം. സോ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സിഗ്മ വൈ കെയും എവിടേക്ക് കൺവേർജ് ചെയ്യുന്നു? എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു. കാര്യം എന്താണ്? സീക്വൻസ് ടി എം എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു. സീക്വൻസ് ടി എം ആരാണ്? സീക്വൻസ് ടി എം സിഗ്മ വൈ കെയുടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ആണ്. ആ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എക്സിലേക്ക് കൺവേർജ് ചെയ്താൽ സിഗ്മ വൈ കെയും എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു. അപ്പോൾ റീഅറേഞ്ച്മെൻറ്റ് സീരീസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു. റീഅറേഞ്ച്മെൻറ്റ് സീരീസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നാണ് ഇവിടെ നമ്മൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ രണ്ടാമത്തെ സെക്ഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ മൂന്നാമത്തെ സെക്ഷനിലേക്ക് പോകാം. ആ സെക്ഷനിൽ നമ്മൾ കൂടുതലും പഠിക്കുന്നത് കുറേ ടെസ്റ്റുകളാണ്. അബ്സല്യൂട്ട് കൺവേർജൻസിന് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറേ അധികം ടെക്സ്റ്റുകളാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾക്ക് ഇത്രയും മതി.